നമസ്കാരം. പ്രധാന വാർത്തകൾ. ചകിരി സംസ്കരണശാലയിൽ വൻ തീപിടുത്തം. പുന്നിയൂർക്കുളം മന്ദലാംകുന്ന് കിണർ ബീച്ചിൽ ചകിരി സംസ്കരണശാലയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് വിവരം. ഗുരുവായൂരിൽ നിന്നും പൊന്നാനിയിൽ നിന്നും എത്തിയ 4 യൂണിറ്റ് അഗ്നിശമന അംഗങ്ങളുടെയും നാട്ടുകാരുടെയും 2 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തേച്ചൻപുരയ്ക്കൽ നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള TAK സൺസ് അഗ്രോ ഇൻഡസ്ട്രീസിലാണ് ഉച്ചയ്ക്ക് തീപിടുത്തമുണ്ടായത്. പാസഞ്ചർ ട്രെയിനിന്റെ അടിവശത്ത് പുക, പരിഭ്രാന്തി, ഒടുവിൽ റെയിൽവേ ജീവനക്കാർ തീയണച്ചു. കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ ആശങ്കയായി തീ. വൈകുന്നേരം കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ട്രെയിനിന്റെ അടിവശത്ത് തീ കണ്ടത്. ബ്രേക്ക് ബെൻഡിംഗ് മൂലമുണ്ടായ പുക എന്നാണ് പ്രാഥമിക നിഗമനം. വൈകിട്ട് 6:50ഓടെയാണ് സംഭവം. റെയിൽവേ ജീവനക്കാർ കൃത്യസമയത്ത് ഇടപെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. തീ അണച്ച ശേഷം അരമണിക്കൂർ വൈകിയാണ് ട്രെയിൻ പിന്നീട് സർവീസ് ആരംഭിച്ചത്. പാളം മുറിച്ചു കടക്കവേ ട്രെയിൻ തട്ടി, 2 പേർക്ക് ദാരുണാന്ത്യം. അപകടം വീടിന് തൊട്ടുമുന്നിൽ. വർക്കല അയന്തി പാലത്തിന് സമീപം ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. 65കാരിയും ഇവരുടെ സഹോദരിയുടെ മകളുമാണ് മരിച്ചത്. കുമാരി, അമ്മു എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 8:30ഓടെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോയ മാവേലി എക്സ്പ്രസ് തട്ടിയാണ് അപകടം. 2 പേരും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനുബന്ധമായി അയന്തി വലിയ മേലതിൽ ക്ഷേത്രത്തിനടുത്ത് പൊങ്കാലയിടുന്ന പതിവുണ്ട്. പതിവ് പോലെ ഇവിടേക്ക് പോകവെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ഇരുവരെയും ട്രെയിൻ തട്ടുകയായിരുന്നു. വീടിന് മുന്നിലുള്ള പാളത്തിലാണ് അപകടം നടന്നിരിക്കുന്നത്. വർക്കല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വയോധിക ഷോക്കേറ്റ് മരിച്ചു. തെക്കേത്തറ മാണിക്കപ്പാടം കല്യാണിയാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ അഞ്ചുമൂർത്തിമംഗലത്തായിരുന്നു അപകടം. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വീടിന് സമീപത്തെ വൈദ്യുത തൂണിനോട് ചേർന്നുള്ള സ്റ്റേ കമ്പിയിൽ പിടിച്ചപ്പോഴാണ് ഷോക്കേറ്റത്. നാട്ടുകാർ ഉടൻ തന്നെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെത്തി മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ. തടഞ്ഞ് RSS BJP പ്രവർത്തകർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെത്തിയ മഹാത്മാഗാന്ധിയുടെ പൗത്രനും പ്രമുഖ ഗാന്ധിയനും പൊതുപ്രവർത്തകനുമായ തുഷാർ ഗാന്ധിയെയാണ് പ്രവർത്തകർ നടുറോഡിൽ തടഞ്ഞത്. ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് ശേഷമായിരുന്നു പ്രതിഷേധം. രാജ്യത്തിന്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണെന്നും സംഘപരിവാറാണ് ക്യാൻസർ പടർത്തുന്നതുമുള്ള തുഷാർ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ചാണ് RSS BJP പ്രവർത്തകരുടെ പ്രതിഷേധം. അതേസമയം നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ് ഗാന്ധിജിക്ക് ജയ് വിളിച്ച് തുഷാർ ഗാന്ധി മടങ്ങി.